അക്യൂട്ട് മൗണ്ടൻ സിക്നസ് എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ ഓക്സിജൻ കുറവാകുമ്പോൾ നമ്മളെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. മെയിൻലി ഇപ്പോൾ വിമൻ എന്ന് പറയുമ്പോൾ നമുക്ക് പീരിയഡ്സ് ഇഷ്യൂ ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ക്ലൈംബ് ചെയ്യുമ്പോൾ എനിക്ക് പീരിയഡ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡിക്ക് ഒരു ബേസ് കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതെനിക്ക് വന്നത് ഭരതനാട്യത്തിലാണ്. സോ ഭരതനാട്യം, കാരണം നമ്മൾ ഭരതനാട്യത്തിൽ ഓരോ സ്റ്റെപ്പ് ഇറ്റ്സ് എ കോൺടാക്ട് സ്പോർട്സ് മാതിരിയാണ്. കാരണം അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഭയങ്കര സ്ട്രോങ് ആക്കും. പിന്നെ കാർഡിയോ സ്ട്രെങ്ത്, പിന്നെ ഇറ്റ് ഇൻക്രീസസ് യുവർ ലങ് കപ്പാസിറ്റി. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഭരതനാട്യം. സോ വെറുതെ ഒരു ഡാൻസ് കളിക്കുന്നത് മാത്രമല്ല. ആൻഡ് എനിക്കാണെങ്കിൽ ഭയങ്കര ട്രബിൾസം ടൈമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വയറുവേദന ഉണ്ടാവും, ഛർദ്ദിക്കാൻ വരും, തല കറങ്ങും, ഒക്കെ ഉള്ളൊരു സമയമാണ്. അവർ നല്ല മോട്ടിവേഷനാണ്. പക്ഷേ വേറെ കൂടെയുള്ള ഫെലോ ക്ലൈംബേഴ്സ് അങ്ങനെ ആവണമെന്നില്ല. അവർ പറയുമ്പോൾ ദിസ് പേഴ്സൺ ഇസ് സ്ലോയിങ് അസ് ഡൗൺ ഓർ ദിസ് പേഴ്സൺ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ്. സോ ഇനീഷ്യലി ഒക്കെ ഞാനിങ്ങനെ ഒരു അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഒരു സെക്കൻഡ് ഗെസ് വെച്ച് നോക്കിയിട്ടുണ്ടോ, ക്യാൻ ഷീ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ലങ്സിൽ വെള്ളം നിൽക്കുക, സോ ഏറ്റവും മേലേക്ക് എയർ ബിക്കംസ് തിൻ, അപ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല. സോ നമുക്ക് ഇത്രയും നമ്മൾ സീ ലെവലിലുള്ള ആൾക്കാരല്ലേ, സോ ഓക്സിജൻ ഡിഫറൻസ് വരുമ്പോൾ ഇറ്റ് എഫക്ട്സ് യുവർ ബോഡി വെരി ബാഡ്ലി. അപ്പോൾ എനിക്ക് എന്താ പറ്റിയതെന്ന് വെച്ചാൽ എനിക്ക് ഹാലൂസിനേഷൻ ഉണ്ടായി, ലൈക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ടെമ്പറേച്ചർ വിൽ ബി -35 ബിലോ, സംടൈംസ് ഇറ്റ് ക്യാൻ ഗോ ബിലോ ദാറ്റ്. പിന്നെ വിൻഡ് ഉണ്ടാവും. സോ ഫ്രോസ് ബൈറ്റിൻ്റെ ഇഷ്യൂസ് വരാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ഇറ്റ് വാസ് എ സ്പീഡ് ക്ലൈം. ആ ലൈനർ വാങ്ങാൻ തന്നെ ഇത്ര കാശാവും. ബിക്കോസ് ദാറ്റ് ഷൂ ഇറ്റ് സെൽഫ് 75,000 റുപ്പീസാണ് ആ ഷൂന്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ലൈനർ ഇനി വാങ്ങണ കാലം ഐ തിങ്ക് 10,000 റുപ്പീസ് സംതിങ് ആവും. നമ്മൾ പൊതുവെ തമാശയായിട്ടും കാര്യമായിട്ടൊക്കെ പറയുന്ന കാര്യമാണ് നമ്മൾ ഹിമാലയം കയറാൻ പോവുക അല്ലെങ്കിൽ എവറസ്റ്റ് കയറാൻ പോവുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ അതിന് സീരിയസ് ആയി എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ വുമൺ ഈ എവറസ്റ്റ് കീഴടക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു ആദ്യത്തെ സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ശ്രീഷ മാം. ഞാൻ മാമിന്റെ പ്രൊഫൈൽ വായിച്ച സമയത്ത് ഞാൻ അതിനകത്ത് കണ്ടിരുന്നു മാം വർക്ക് ചെയ്യുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ എങ്ങനെയായിരുന്നു ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? സോ തുടങ്ങിയത് ഞാൻ 15 years ഓൾഡ് ആയപ്പോഴാണ്. അത് എൻ്റെ അച്ഛന് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അച്ഛൻ ഇങ്ങനെ ട്രെക്കിനൊക്കെ പോയായിരുന്നു. അപ്പോൾ 15 yearsൽ അച്ഛൻ ആദ്യം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പിൽ കൊണ്ടുപോയി കശ്മീർക്ക്. അപ്പോൾ അന്നാണ് ഞാൻ ഫസ്റ്റ് ഈ ഹിമാലയാസും മൗണ്ടൻ റേഞ്ചസും സ്നോ ഒക്കെ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി. പിന്നെ എനിക്ക് അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കും അച്ഛൻ്റെ ആക്ടിവിറ്റീസിൽ ചേരണമെന്ന്. അതുവരെ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര രസം ഉണ്ടാവില്ല. പക്ഷെ അവിടെ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടി. അത് ട്രെക്കിന് മാത്രമായിട്ടായിരുന്നു, ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് അല്ല, വെറും ട്രെക്ക്, ചെറിയ ചെറിയ ട്രെക്ക് ചെയ്യാൻ, ലൈക്ക് കശ്മീർ ഗ്രേറ്റ് ലേക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ ട്രെക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവസാനം ഒരു 2016 ആയപ്പോൾ എൻ്റെ മെൻറ്റേഴ്സ്, മൗണ്ടനിയറിംഗ് മെൻറ്റേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞു ഞാൻ ടെക്നിക്കൽ ക്ലൈംബിംഗ് തുടങ്ങണം, ബിക്കോസ് യു ഹാവ് ദ സ്കിൽസ് ഫോർ ദാറ്റ്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് ചെറിയ പീക്സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അതൊരു വല്ലാത്ത ക്രേസായി മാറിയിരിക്കുകയാണ്. അച്ഛൻ ഇപ്പോഴും ഇല്ല, അച്ഛൻ മരിച്ചു 2021 അച്ഛൻ കോവിഡ് സമയത്ത് ഹി പാസ്ഡ് അവേ. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ഏത് മൗണ്ടെയിൻസ് ഒക്കെ കയറിയിട്ടായിരുന്നു നമ്മൾ അതിനകത്ത് നമുക്കതൊരു ഭയങ്കര പാഷൻ അതിനോടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? സോ ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ട്രെക്കാണ് ചെയ്തത്. ലൈക്ക് ഗോയച്ചല എന്ന് പറഞ്ഞിട്ട് സിക്കിമിലുണ്ട്, പിന്നെ കശ്മീർ ഗ്രേറ്റ് ലേക്സ്, പിന്നെ അങ്ങനത്തെ സ്മോൾ. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി, വല്ലാത്തൊരു ബ്യൂട്ടി ആണല്ലോ അവിടെ ചെല്ലുമ്പോൾ. ആ ഒരു സീനറി, പിന്നെ ആ ഒരു പീസ് ഓഫ് മൈൻഡ്, പിന്നെ ഭയങ്കര ഭംഗിയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലായില്ല. അത് അവിടെ പോയി സാധാരണ ടൂറിസ്റ്റ് പോകുന്ന മാതിരിയല്ല, നമ്മൾ കുറച്ചുകൂടി ഇൻസൈഡ് പോവാണ്. അപ്പോൾ ആ ഒരു കാണാൻ പറ്റുന്ന വിഷ്വൽസ് ഒക്കെ നമുക്കൊരു ടൂറിസ്റ്റ് എന്ന നിലയിൽ പോയാൽ കാണാൻ പറ്റില്ല. അതിന് ഇങ്ങനത്തെ സ്ഥലത്ത് കയറി തന്നെ പോകണം. സോ അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് നേച്ചറിനോട് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങി. ലൈക്ക് ഇപ്പം എനിക്ക് എന്ത് പ്രോബ്ലംസ് എന്തുണ്ടെങ്കിലും നേച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു കാടാണെങ്കിലോ അതൊരു ബീച്ചിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലോ, എനി ഫോം ഓഫ് നേച്ചർ ഇരുന്ന് കഴിഞ്ഞാൽ
സ്ട്രെസ് ഒക്കെ മാറും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടായി. അത് ഞാൻ ഡിസ്കവർ ചെയ്തു എന്നെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ആദ്യം ഒരു നേച്ചർ ലവർ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയ ട്രെക്സ്. പിന്നെ എനിക്ക് ഈ ഹിമാലയസിൽ പോകുമ്പോൾ എനിക്ക് ഈ ക്ലൈംബിങ് എന്തുകൊണ്ടാന്ന് അറിയില്ല, എനിക്ക് ക്ലൈംബ് ചെയ്യുന്ന ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ്. ആ ബോഡിക്ക് നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ. അപ്പൊ കുറെ സ്റ്റെയർസ് കയറിയിട്ട് ലാസ്റ്റ് മേലെത്തുമ്പോ ഒരു ടയർഡ് ആവും, പക്ഷെ എന്നാലും മേലെ നിന്നുള്ള ഒരു വ്യൂ അച്ചീവ് അല്ലാതെ എന്തോ എനിക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇറ്റ് ഗേവ് മീ സം കൈൻഡ് ഓഫ് ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറയാം, ഒരു വല്ലാത്തൊരു ഇത് തോന്നി അങ്ങനെ കയറുമ്പോൾ. സോ എനിക്ക് മനസ്സിലായി ഈ ക്ലൈംബ് ചെയ്യുന്നത് സ്യൂട്ട്സ് മീന്ന്. പക്ഷെ എന്നാലും ടെക്നിക്കലായിട്ട് ഞാൻ അത്ര എടുത്തില്ല. മീൻസ് സീരിയസ് ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് ഞാൻ കൺസിഡർ ചെയ്തില്ല ആ സമയത്ത്. കാരണം എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഇത് ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ്, അഡ്വാൻസ് മൗണ്ടനിയറിംഗ് കോഴ്സ് ഉണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും എനിക്കല്ല, മേ ബി ഐ ജസ്റ്റ് ഷുഡ് ഗോ വിത്ത് ദ ട്രെക്കിംഗ്. പിന്നെ ഞാൻ 2017 ലേയിൽ സ്റ്റോക്കാങ്ക്രി എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ഉണ്ട്. അപ്പൊ അതൊരു 6000 മീറ്റർ പീക്കാണ്. 6000 മീൻസ് അറൌണ്ട് 18,000 ഫീറ്റ് വരും. അപ്പോ അത് കയറിയപ്പോ 20,000 ഫീറ്റിന്റെ അടുത്ത് വരും. അപ്പൊ അത് കയറിയപ്പോ അന്ന് എൻ്റെ ഒരു ട്രെയിനർ എന്നടുത്ത് പറഞ്ഞു, യു ഷുഡ് റിയലി സ്റ്റാർട്ട് ട്രൈങ് ഫോർ ടെക്നിക്കൽ ക്ലൈംബിംഗ്. പക്ഷെ അന്ന് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ ഓക്സിജൻ കുറവാകുമ്പോൾ നമ്മുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. അത് മേ ബി ഇറ്റ് ക്യാൻ ബി സംതിങ് വിൽ ഹാപ്പൻ ടു യുവർ ബ്രെയിൻ, ലൈക്ക് ബ്രെയിൻ സ്വെല്ലിംഗ് ഓർ ലങ്സിൽ വെള്ളം നിൽക്കുക. സോ ഏറ്റവും മേലേക്ക് എയർ ബിക്കംസ് തിൻ. അപ്പൊ അവിടെ ഓക്സിജൻ ഇല്ല. സോ നമുക്ക് ഇത്രയും നമ്മൾ സീ ലെവലിലുള്ള ആൾക്കാരല്ലേ. സോ ഓക്സിജൻ ഡിഫറൻസ് വരുമ്പോൾ ഇറ്റ് എഫക്ട്സ് യുവർ ബോഡി വെരി ബാഡ്ലി. അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഹാലൂസിനേഷൻ ഉണ്ടായി, ലൈക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഞാൻ കയറുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ അവിടെ ഇരിക്കുക. സോ ഞാൻ പീക്കല്ല കാണുന്നത്, ഐ എം ജസ്റ്റ് സീയിങ് എൻ്റെ മോൻ അവിടെ ഇരിക്കുന്ന മാതിരി തോന്നി. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഞാൻ AMS എക്സ്പീരിയൻസ് ചെയ്ത്. പക്ഷേ ആ ഒരു ക്ലൈംബ് എനിക്ക് ഭയങ്കര ലേണിംഗ് തന്നിട്ടുള്ളൊരു ക്ലൈംബായിരുന്നു. സോ ഷോൾഡർ ഓഫ് ദ പീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പീക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഷോൾഡർ മാതിരി, നമ്മുടെ ഷോൾഡർ മാതിരി അതിനൊരു ഷോൾഡർ ഉണ്ട്. സോ അവിടെ നിന്ന് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ബട്ട് ആ സമയത്ത് എൻ്റെ ആ ഗൈഡ് പറഞ്ഞു, നല്ല ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്, യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് മോർ ഓഫ് ടെക്നിക്കൽ ക്ലൈംബ്സ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇത്തിരി പേടിയായിരുന്നു ബിക്കോസ് ഓഫ് AMS. പക്ഷെ പിന്നെ ഞാൻ നല്ല പ്രോപ്പർ ട്രെയിനിങ് തുടങ്ങി, എങ്ങനെ AMSനെ ലൈക്ക് എങ്ങനെ അക്ലമറ്റൈസ് ആവണം ടു ദാറ്റ് തിൻ എയർ. സോ അതിനെപ്പറ്റി കുറേ പഠിച്ചു, കുറേ എക്സ്പീരിയൻസ് ആൾക്കാരോട് ചോദിച്ചു. പിന്നെ അത് നെക്സ്റ്റ് ക്ലൈംബ് ഐ ഡിഡ്, ഞാൻ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഓക്കെ, ഞാൻ വായിച്ചിരുന്നു മാം ഈ പാലക്കാടാണ് സ്വദേശം എന്ന് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലുള്ള മൗണ്ടെയിൻസിലൊക്കെ കയറാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. ഞാൻ ചെറുപ്പത്തില് മൗണ്ടൻസ് അല്ല, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിലുണ്ടാവില്ലേ, എപ്പോഴും പുറത്ത് കളിച്ച് നടക്കുക അങ്ങനെയൊക്കെ. ഇപ്പോൾ കേരളത്തില് മൗണ്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ അഗസ്ത്യാർകൂടം അതുപോലത്തെ അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് അല്ലേ, അപ്പോൾ സമയം കിട്ടിയില്ല. പക്ഷേ ഞാൻ വെസ്റ്റേൺ ഗട്ട്സിലും ഈസ്റ്റേൺ ഗട്ട്സിലും കുറേ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ സഹ്യാദ്രി ഹിൽസ് അവിടെ, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ സഹ്യാദ്രി, ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ അവിടെയായിട്ട് വരും. സോ അവിടെയൊക്കെ ഞാൻ കുറേ ക്ലൈംബിന് പോയിട്ടുണ്ട്, ഈ പ്രാക്ടീസ് ക്ലൈംബ്സ് മാതിരി. സോ കർണാടകയിലും അതെ, ലൈക്ക് കുമാരപർവ്വത, അങ്ങനെ പിന്നെ സാവനദുർഗ, അങ്ങനെ കുറേ സ്മോൾ പീക്സ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയി ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഇതിന് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് എങ്ങനെയാണ്? സോ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ, കോൺസർവേറ്റീവ് ആണ് യൂഷ്വലി. ബിക്കോസ് ഇപ്പോൾ ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ് പോവുക ക്ലൈംസിന്. അപ്പോൾ അവർ വിചാരിക്കും ലൈക്ക് ഒറ്റയ്ക്ക് ഒരു കുട്ടി എങ്ങനെയാണ് ഹിമാലയസിൽ പോയി 10 days, അവിടെ നെറ്റ്വർക്കും കൂടി ഇല്ല. സോ കുറേ ക്രിറ്റിസിസംസ് ഫേസ് ചെയ്തു വന്നിട്ടുണ്ട്, ബോത്ത് ഫാമിലി ആൻഡ് സൊസൈറ്റി. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ദേ വർ വെരി സപ്പോർട്ടീവ്. ഡോണ്ട് യു ഫീൽ എ ഫിയർ? നോ, ഐ ഡോണ്ട് ഫീൽ ഫിയർ. ഐ മീൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി വാട്ട് യു ഷുഡ് ഡു ദെയർ ഓർ വാട്ട് യു ഷുഡിൻ ബി ഡൂയിങ് ദെയർ. ആൻഡ് ഞാൻ അത്ര ലൗഡായിട്ടുള്ള ഒരാളല്ല വെൻ യു ഗോ ടു മൗണ്ടൻസ്. എൻ്റെ കാര്യങ്ങൾ നോക്കി ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ക്ലൈം, എന്താണ് സേഫ് ആയിട്ടുള്ളത്. സോ ആ ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫിയർ വേണം, ഫിയർ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ബട്ട് അവയർനെസ് വേണം ഓർ ഇല്ല, ഫിയർ വേണം. ഐ മീൻ ഇഫ് യു ഹാവ് ഫിയർ ദെൻ അപ്പോഴല്ലേ നമ്മൾ പോയി മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അപകടം എന്താണ്, വാട്ട് ഇസ് ദ ഡേഞ്ചർ, അത് അറിഞ്ഞിരിക്കണം. ഫിയർ ഉണ്ട്. ഈവൻ നൗ എവറസ്റ്റ് കയറുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവയർനെസ്സും ഉണ്ട്. അവയർനെസ് വേണം ഒരു സ്ഥലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ വാട്ട് യു ഷുഡ് ബി ഡൂയിങ്, വാട്ട് യു ഷുഡ് നോട്ട് ബി. ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ അറിയാത്തത് ചെയ്യാം. ചിലപ്പോൾ എന്താ പറയുക,
അവയർനെസ് ഇല്ലാത്തത് കൊണ്ട്, ലൈക്ക് ഞാനൊരു പീക്ക് കയറാൻ പോവാണ്, ഓർ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്, റിമോട്ട് ഏരിയ ഓഫ് സംവെയർ ഇൻ ഹിമാലയസ്, ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ ലേയിൽ എവിടെയെങ്കിലും. സോ ഐ ഷുഡ് നോ അബൌട്ട് ദാറ്റ് പ്ലേസ്. അറിയാതെ നമ്മളൊന്നും പോയി ചെയ്യരുത്. പിന്നെ അവിടുത്തെ ലോക്കൽസ് ആയിട്ട് അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് ലേയിലൊക്കെ നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഞാൻ എവിടെ പോവാണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ച് അവരുടെ കൂടെ അവരെനിക്ക് അറേഞ്ച് ചെയ്ത് തരും. സോ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ പിന്നെ ഐ തിങ്ക് ഇറ്റ് ഇസ് ഫൈൻ. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാവർക്കും ജനറലി ഇപ്പോൾ എവിടെയാണെങ്കിലും അവർ വിചാരിക്കും ഒരു സ്ത്രീനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ്, എവിടെയാണ് പോകുന്നത്, നെറ്റ്വർക്കും ഇല്ല, സോ ദേഴ്സ് നോ കോൺടാക്ട്. സോ അങ്ങനെ കുറേ ക്രിറ്റിസിംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പില്ലർ ഓഫ് സ്ട്രെങ്ത് വാസ് മൈ ഡാഡ് ആൻഡ് മോം. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി മൈ മദർ. ഞാനിപ്പോൾ പോകുമ്പോൾ മോനെ നോക്കുന്നതൊക്കെ അമ്മയാണ്. സോ അമ്മ നല്ല സപ്പോർട്ട്. ഇടയ്ക്ക് അമ്മയ്ക്ക് പേടിയുണ്ട്, നിർത്ത് മതി, ബിക്കോസ് അതിൽ റിസ്ക് ഫാക്ടർ ഉള്ളത് കാരണം. ബട്ട് അതർവൈസ് വെരി സപ്പോർട്ടീവ് പാരൻസ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കൊണ്ടാണ് മെയിൻലി. ഈ ഒറ്റയ്ക്കാണോ പോകുന്നത് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടായി? സോ എനിക്കൊരു ടീം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് മൗണ്ടനിയറിംഗിൽ. സോ അവര് എന്താ പറയുക, ഇടയ്ക്ക് കൂടെ ഉണ്ടാവും. പക്ഷെ അതൊരു ഹാബിറ്റായി മാറാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം അവർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, ഫ്രണ്ട്സും ഫാമിലിയും. ഇപ്പം ഞാനൊരു സിംഗിൾ മദർ ആയിരുന്നു ഫോർ ഓൾമോസ്റ്റ് 10 years. അത് കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് മാരേജ് ഇപ്പോഴാണ് നടന്നത്. സോ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് എൻ്റെ കൂടെ. ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഈ മെൻറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ മൗണ്ടനിയറിംഗ് മെൻറ്റേഴ്സ്. അവരുടെ പേര് ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ് ആണ്. അവരുടെ കൂടെയാണ് ഞാൻ എവറസ്റ്റിന് പോകുന്നത്. സോ ഞാൻ അവരുടെ കൂടെയും കുറേ ക്ലൈംബ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് ഒരു കംഫർട്ട് ഉണ്ട്, കാരണം എനിക്ക് നന്നായിട്ട് അറിയുന്നവരാണ്, എൻ്റെ മെൻറ്റേഴ്സാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് ഉണ്ടാവുമല്ലോ. സോ അവരുടെ കൂടെ അല്ലാതെ ഞാൻ കുറേ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. ഏതാണ് കൂടുതൽ ഓക്കെ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പോകുന്നേ എനിക്ക് ഓക്കെ? സോ ഞാൻ ഈ ഇടയായിട്ട് നൂൺ എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ചെയ്തായിരുന്നു. അത് ലേയിലാണ്. സോ അത് അബവ് 7,000 meter ആണ്. സോ 7,100 meter ഓൾമോസ്റ്റ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. എൻ്റെ ഒരു മെൻറ്റർ മാത്രം കൂടെ ഉണ്ടായിരുന്നു, ഭരത് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആന്ധ്രയിൽ നിന്നാണ്. സോ ഹീസ് എൻ്റെ പ്രോപ്പർ ഒരു ടെക്നിക്കൽ മെൻറ്റർ, മൗണ്ടനിയറിംഗ് മെൻറ്റർ എന്ന് പറയുന്നത് പുള്ളി. സോ പുള്ളി ഉണ്ടായിരുന്നു. അതർവൈസ് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പിന്നെ പുള്ളി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ, ബിക്കോസ് അവർക്ക് അവരുടെ നോക്കണം. സോ ആ ഒരു ട്രെക്കിൽ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ആൻഡ് അതൊരു ഭയങ്കര ടെക്നിക്കൽ ക്ലൈംബാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് ഭയങ്കര ലെങ്തിയാണ്, ഭയങ്കര ടെക്നിക്കലാണ്. പിന്നെ ഞങ്ങൾ സ്റ്റോമിൽ സ്റ്റക്കായി, ക്യാമ്പിൽ 3-4 ദിവസം സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്ലൈംബിൽ എല്ലാ സ്ട്രേഞ്ചേഴ്സുമായിട്ട് എന്താ പറയുക, ആ ഒരു ഇൻട്രാക്ഷൻ, അവരുടെ കാര്യങ്ങൾ അറിയാം. ആൻഡ് ഓൾ ഓഫ് ദം ആർ വെരി മോട്ടിവേറ്റഡ് ക്ലൈംബേഴ്സ്. എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതിലൊരു മാം ദ്വാരക എന്ന് പറഞ്ഞിട്ട്, ഷീസ് എൻ പോലീസ് ഓഫീസർ ഫ്രം മുംബൈ. അവർ 50 years above ആണ്. അവർ ഈ this year she climbed Everest. So she's the first, I think, woman police officer from Mumbai to climb Everest. So പിന്നെ തനുജ മാം എന്ന് പറഞ്ഞിട്ട് വേറൊരു മാം ഉണ്ട്, അവരും above 50. ആൻഡ് ഷീ ഡിഡ് അനദർ പീക്ക് ഇൻ നേപ്പാൾ, അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ പീക്ക്. സോ അങ്ങനെ കുറേ വണ്ടർഫുൾ പേഴ്സണാലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ ഐഡിയാസ് അബൌട്ട് മൗണ്ടനിയറിങ്, അവരുടെ ട്രെയിനിങ് എന്താണ്, അവരുടെ പ്രിപ്പറേഷൻ എന്താണ്, പിന്നെ അവരെങ്ങനെയാണ് ഒരു മൗണ്ടൻ സെലക്ട് ചെയ്യുന്നത്, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ. കാരണം അവരും എൻ്റെ മാതിരി സാധാരണ ആൾക്കാർ ഫണ്ടിന് കഷ്ടപ്പെടുന്നുണ്ട്, ട്രെയിനിങ്ങും വർക്കും തമ്മിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് സംഹൗ ദേ ഓൾസോ ഡു. അപ്പോൾ എൻ്റെ മാതിരി തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടുപിടിച്ച് ട്രെയിനിങ് ചെയ്യും. സോ അതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. സോ എനിക്ക് ആ ക്ലൈംബ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ റീസൺ കൊണ്ട്, ബിക്കോസ് എവ്രിബഡി വാസ് സ്ട്രേഞ്ചേഴ്സ് ഇൻ ദാറ്റ് ക്ലൈംബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ UT കങ്ക്രി എന്ന് പറഞ്ഞിട്ട് വേറൊരു പീക്ക് ചെയ്തു. അതൊരു വിൻ്റർ എക്സ്പെഡീഷൻ ആയിരുന്നു. സോ അതിൽ അഗെയിൻ മൈ മെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതൊക്കെ ഈ വെരി സെലിബ്രേറ്റഡ് ക്ലൈംബേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. ലൈക്ക് ബൽജീത് കൗർ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട്. അവരാണ് ഷീസ് ദ ഓൺലി ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ടു ക്ലൈം I think 7,000-8,000 meter പീക്സ് ഓർ സംതിങ്. പിന്നെ സത്യദീപ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു സർ ഉണ്ട്, അവർക്ക് വേൾഡ് റെക്കോർഡ് ഉണ്ട്. എവറസ്റ്റും ലോഡ്സയും ബാക്ക് ടു ബാക്ക് 2 times ക്ലൈം ചെയ്ത ആളാണ്. അതേപോലെ ഭരത് എന്ന് പറഞ്ഞ എൻ്റെ മെൻറ്റർ, ഫസ്റ്റ് ഇന്ത്യൻ ടു ഡു ശീഷ് പങ്മ എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ഉണ്ട് ചൈനയിൽ. സോ അങ്ങനത്തെ ഒരുപാട് വണ്ടർഫുൾ പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. സോ ആദ്യം എനിക്കൊരു ഇത്തിരി ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, കാരണം ഇവരൊക്കെ എന്നെക്കാൾ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലൈംബേഴ്സ്. അപ്പോൾ അവരുടെ കൂടെ കയറി എൻ്റെ സ്പീഡ് മാച്ച് ആവുമോ, ടീമിനെ ഡിലേ ചെയ്യിപ്പിക്കുമോ. പിന്നെ അതൊരു വിൻ്റർ ക്ലൈംബാണ്, ഭയങ്കര ബ്രൂട്ടലായിരിക്കും. സാധാരണ നമ്മൾ പോകുന്ന ക്ലൈംബ് മാതിരിയല്ല, ഭയങ്കര സ്നോ ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ വിൽ ബി -35 ബിലോ, സംടൈംസ് ഇറ്റ് ക്യാൻ ഗോ ബിലോ ദാറ്റ്. പിന്നെ വിൻഡ് ഉണ്ടാവും. സോ ഫ്രോസ്റ്റ് ബൈറ്റിൻ്റെ ഇഷ്യൂസ് വരാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ഇറ്റ് വാസ് എ സ്പീഡ് ക്ലൈംബ്. നോർമലി ഒരു 6,000 above meter പീക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് 10 days ഓൾമോസ്റ്റ്. പക്ഷേ ഈ പീക്ക് ഞങ്ങൾ 4 days ക്ലൈംബ് ചെയ്തു. സോ ഇറ്റ് വാസ് ലൈക്ക് ഓടിക്കേറുന്ന മാതിരിയായിരുന്നു, ഒരു സ്പീഡ് ക്ലൈംബ് ആയിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആ പീക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. ഐ കുഡ് ഡു ഇറ്റ് സക്സസ്ഫുള്ളി. ആൻഡ് ഇറ്റ് വാസ് വിത്ത് ദീസ് വണ്ടർഫുൾ പേഴ്സണാലിറ്റീസ്. അപ്പോൾ അവരുടെ നിന്ന് കുറേ ലേണിംഗ് ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി കംഫർട്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയാലും ഇറ്റ് ഈസ് ഗുഡ്.
ലൈക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കും വാ ക്ലൈംബ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് വീക്ക് ഞാനൊരു പീക്ക് കയറിയിട്ട് വന്നത്. സോ അതിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി നൈസ് ക്ലൈംബ്. പക്ഷെ എന്നാലും അവരുടെ കൂടെ കയറുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഒരുപാട് ലേണിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ഇപ്പം എനിക്കൊരു മൗണ്ടനിയറായിട്ട് ഇനിയും ലൈഫിൽ പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ക്ലൈംബ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ദാൻ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെ എന്റെ അടുത്ത ചോദ്യം തന്നെ അതായിരുന്നു. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരുപാട് നല്ല ആളുകളെയാണ് മീറ്റ് ചെയ്തത്, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റി. അതല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ അതിനകത്ത് പുറകോട്ടടിക്കുന്ന തരത്തിലുള്ള ആരെങ്കിലും മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വെച്ച് മീറ്റ് ചെയ്ത സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നിന്ന്? പുറകോട്ടടിക്കുക മീൻസ് നമ്മളെ അതിൽ നിന്ന് പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല നിരുത്സാഹപ്പെടുത്തുന്ന തരത്തില്? ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. സോ മൗണ്ടനിയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്യുന്നവർ നല്ലവരായിരിക്കണം എന്നില്ല. അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ മെയിൻലി ഇപ്പോൾ വിമൻ എന്ന് പറയുമ്പോൾ നമുക്ക് പീരിയഡ്സ് ഇഷ്യൂ ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ക്ലൈംബ് ചെയ്യുമ്പോൾ എനിക്ക് പീരിയഡ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എനിക്കാണെങ്കിൽ ഭയങ്കര ട്രബിൾസം ടൈമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വയറുവേദന ഉണ്ടാവും, ഛർദ്ദിക്കാൻ വരും, തല കറങ്ങും, ഒക്കെ ഉള്ളൊരു സമയമാണ്. പിൽസ് കഴിച്ചിട്ടും കാര്യമില്ല. സോ ആ സമയത്ത് നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ആവും. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഐ എം നോട്ട് സെയിങ് എല്ലാവരും നല്ലവരെന്ന്, അങ്ങനെയല്ല. പക്ഷേ ദ തിങ് ഈസ്, നമ്മൾ ഈ പോകുന്ന ആൾക്കാരില്ല, നമ്മുടെ ഗൈഡ്സ് ഉണ്ട്. സോ ഇന്ത്യയിൽ നമ്മൾ ഈ ഷെയർപാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗൈഡ് എന്ന് പറയും. ഐ തിങ്ക് അവരാണ് ദൈവങ്ങളുടെ മാതിരി. കാരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എത്ര നമ്മൾ അപ്പൊ അവർക്കൊരു ഭയങ്കര സ്പീഡ് ഉണ്ടാവും. അപ്പൊ ഈ മൗണ്ടനിയറിംഗിൽ എന്താ പറ്റുക വെച്ചാൽ, നമ്മളുടെ ആ ഒരു പേസിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മളും ടയർഡാവും. പിന്നെ പേഷ്യൻസ് പോകും. കാരണം ആ ഒരു വെതറും എല്ലാം ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ഗൈഡ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരാൾക്ക് എത്ര വയ്യെങ്കിലും ഒരാൾ എത്ര ലേറ്റ് ആവുകയാണെങ്കിലും അവരുടെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അവർ നല്ല മോട്ടിവേഷനാണ്. പക്ഷെ വേറെ കൂടെയുള്ള ഫെലോ ക്ലൈംബേഴ്സ് അങ്ങനെ ആവണമെന്നില്ല. അവർ പറയുമ്പോൾ ദിസ് പേഴ്സൺ ഇസ് സ്ലോയിങ് അസ് ഡൗൺ, ഓർ ദിസ് പേഴ്സൺ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ്. സോ ഇനീഷ്യലി ഒക്കെ ഞാനിങ്ങനെ ഒരു അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഒരു സെക്കൻഡ് ഗെസ് വെച്ച് നോക്കിയിട്ടുണ്ടോ, ക്യാൻ ഷീ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ എവറസ്റ്റ് കയറുമ്പോഴും ഇപ്പോൾ സൗത്തിൽ നിന്ന് അധികം ലേഡീസ് ഇല്ല. ആൻഡ് പ്ലസ് ഐ എം എ മദർ. അപ്പോൾ ഈ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഡൗട്ട്സ് ഉണ്ട് വെദർ ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യും. ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അങ്ങനെയല്ല. അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. മെയിൻലി പീരിയഡ് സമയത്ത് എല്ലാവരും നമ്മളെ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല. സോ അതൊക്കെ ഭയങ്കര വലിയ ചാലഞ്ചസാണ്. ഈ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് മാത്രം. അപ്പൊ ഈ അമ്മ ആയതുകൊണ്ട് തന്നെ മകന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ മകൻ എങ്ങനെയാണ് ഇതിനെ, അമ്മ ഇങ്ങനെ മൗണ്ടെയിൻസ് ഒക്കെ കയറുന്നു, അതിനെങ്ങനെയാണ് മകൻ നോക്കിക്കാണുന്നത്? അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അവൻ ഇപ്പൊ ഞാൻ ഈ ഇടയായിട്ട് എൻ്റെ ക്ലൈംബിംഗ് ബൂട്ട്സ് ഉണ്ട്. സോ അത് ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ടി വന്നിട്ട് ഞങ്ങളൊരു ക്ലൈംബിംഗ് ബൂട്ട്സ്, ഒരു ചെറിയ എക്സാമ്പിൾ തരാം ഞാൻ. സോ ആ ബൂട്ട്സിൻ്റെ ഉള്ളിലൊരു ലൈനർ ഉണ്ട്, ഞങ്ങൾ വിൻ്റർ സീസണിലിടുന്ന ലൈനർ. അപ്പോൾ ആ ലൈനർ കാണാതെ പോയി. എനിക്കത് പ്രീവിയസ് ക്ലൈംബിൽ അത് മിസ്സിംഗ് ആയി, ഒരു ലൈനർ. ആ ലൈനർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഇട്ടിട്ട് വേണം ആ ഷൂസ് ഇടാൻ, അല്ലെങ്കിൽ അത് കറക്റ്റായി ഫിറ്റ് ആവില്ല, കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. സോ ആ ലൈനർ ഞാൻ ഒരു ദിവസം വെറുതെ അവനോട് പറയുന്നു, ആ ലൈനർ വാങ്ങാൻ തന്നെ ഇത്ര കാശാവും. ബിക്കോസ് ദാറ്റ് ഷൂ ഇറ്റ് സെൽഫ് 75,000 റുപ്പീസാണ് ആ ഷൂന്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ലൈനർ ഇനി വാങ്ങണ കാര്യം ഐ തിങ്ക് 10,000 റുപ്പീസ് സംതിങ് ആവും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അതിൻ്റെ കൂടെ എനിക്കിനി കുറേ ഗിയർ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞു, അമ്മ എൻ്റെ പിഗ്ഗി ബാങ്കിൽ ഇത്രയും കാശുണ്ട്, ഞാൻ തരാം, നീ അത് വാങ്ങും. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ സപ്പോർട്ട്. പിന്നെ ഞാൻ എവറസ്റ്റ് ഇടയ്ക്ക് ഞാൻ പറയും, അപ്പു എന്നാണ് ഞാൻ വിളിക്കുക. ഞാൻ പറയും, അപ്പു ഞാൻ പോകണില്ല, നിന്നെ 2 months വിട്ടിരിക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മേ നീ 75 years ജീവിക്കും. അങ്ങനെയാണ് അവൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് 2 months അല്ലേ യു ആർ അവേ, സോ ഇറ്റ്സ് ഓക്കെ. ആ 2 monthsനേക്കാളും കൂടുതലല്ലേ 75 years, നീ പോയേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയും, ഞാൻ എവറസ്റ്റ് ചെയ്യുന്നില്ല ഒക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വരും. അവൻ പറയും, ഇല്ല അമ്മ പോകണം. പിന്നെ ഏത് പീക്ക് കയറിയാലും അവൻ വെയിറ്റ് ചെയ്തിരിക്കും, സബ്മിറ്റ് ചെയ്തോ അതോ തിരിച്ചു വന്നോ എന്നറിയാൻ. സബ്മിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി പറയും. പിന്നെ എന്നെ പറ്റി ഇൻ്റർവ്യൂസൊക്കെ ഈ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവൻ്റെ ഫ്രണ്ട്സിനെ എടുത്തിട്ട് കാണിക്കലാണ് പണി. സോ അവൻ ഭയങ്കര സപ്പോർട്ടീവ്. പിന്നെ അവനും ഒരു അത്ലീറ്റാണ്. അവൻ ടൈക്വോണ്ടോ ഏഷ്യൻ ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചു. അവനിപ്പോൾ ബ്രോൺസ് മെഡൽ കിട്ടി. അതുപോലെ ഇപ്പം അവൻ സ്റ്റേറ്റിലും നാഷണൽ ലെവലിലൊക്കെ അവൻ വിൻ ചെയ്തിട്ടുണ്ട് ടൈക്വോണ്ടോ ചാമ്പ്യൻഷിപ്പ്. പിന്നെ സ്വിമ്മിങ്ങിലുണ്ട്, ഫുട്ബോളിലുണ്ട്. സോ അവൻ തന്നെ ഒരു അത്ലീറ്റാണ്. സോ അവൻ അധികം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വർക്കൗട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ വൈ ഐ എം പാഷനേറ്റ് അബൌട്ട് എ സ്പോർട്ട്, അത് അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എൻ്റെ അച്ഛനും അമ്മ, പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡും, പിന്നെ എൻ്റെ മകനും, അവൻ നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഹസ്ബൻഡും അതെ ഫസ്റ്റ് ടൈം കയറി. ഇപ്പോൾ ഞങ്ങൾ 2 weeks ബാക്ക് പോയപ്പോൾ
ഹസ്ബൻഡും കയറിയപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അവനും ഞങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ ആന്ധ്രയിൽ ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. സോ അവിടെ അവർ പോയിട്ട് ഒരു പീക്ക് കയറി വന്നു, ഞാൻ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ അവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ. ഞാൻ മാമിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് ഐ ഗെയിം ടു നോ ദാറ്റ് യു ആർ വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് എന്താ നല്ല നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ഡാൻസ്, ഭരതനാട്യം, റൈറ്റ്? അപ്പൊ ഭരതനാട്യം ഡാൻസ് ഇതിന്റെ കൂടെ തന്നെ അക്കമ്പനി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് രണ്ടും കൂടെ? സോ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ഭയങ്കര പാഷനേറ്റാണ് ഞാൻ ഡാൻസ് കളിക്കുന്നതിനെ പറ്റി. അത് ഭരതനാട്യം അല്ല, ഏത് ഫോം ഓഫ് ഡാൻസ്, ഐ ജസ്റ്റ് ലവ് ഡാൻസിങ്. അപ്പോൾ എനിക്ക് പാട്ട് കേട്ടാൽ തന്നെ ഞാനിങ്ങനെ മൂവ്മെന്റ്സ് തുടങ്ങാം. സോ അത്രയ്ക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഡാൻസിൽ ചെറുപ്പം തൊട്ട്. അപ്പോൾ പോകെ ദെൻ ഐ തോട്ട് ഓക്കെ, ഞാൻ ഇത്രയും ഭരതനാട്യം പഠിക്കുന്നുണ്ട്, സോ ഡിപ്ലോമ BA ഒക്കെ ചെയ്യണം. ഇപ്പം ഞാനിനി BA ചെയ്യാൻ പോവാണ് ഭരതനാട്യത്തിൽ. ഡിപ്ലോമ കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ്, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് എനിക്ക് ലെഗ് സ്ട്രെങ്ത് കുറച്ചും കൂടി അധികം ഉണ്ട്. അപ്പോൾ അത് ജിമ്മിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ജിം വർക്കൗട്ട്സ് ഒബ്വിയസ്ലി ഇറ്റ് ഹെൽപ്പ്. പക്ഷെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡിക്ക് ഒരു ബേസ് കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതെനിക്ക് വന്നത് ഭരതനാട്യത്തിൽ നിന്നാണ്. സോ ഭരതനാട്യം കാരണം നമ്മൾ ഭരതനാട്യത്തിൽ ഓരോ സ്റ്റെപ്പ് ഇറ്റ്സ് എ കോൺടാക്ട് സ്പോർട്സ് മാതിരിയാണ്. കാരണം അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഭയങ്കര സ്ട്രോങ് ആക്കും. പിന്നെ കാർഡിയോ സ്ട്രെങ്ത്, പിന്നെ ഇറ്റ് ഇൻക്രീസസ് യുവർ ലങ് കപ്പാസിറ്റി. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഭരതനാട്യം. സോ ഇത് വെറുതെ ഒരു ഡാൻസ് കളിക്കണം മാത്രമല്ല. സോ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഭരതനാട്യം ചെയ്താലും ഇറ്റ്സ് ഗോണ ഹെൽപ്പ് മീ ഓൺ മൗണ്ടനറിങ്. പിന്നെ വേറെ ഒന്ന് വെച്ചാൽ എനിക്കൊരു ഇനിയിപ്പോൾ ഈ ജോബിൽ നിന്ന് റിട്ടയർ ആവുക അല്ലെങ്കിൽ മേ ബി ആഫ്റ്റർ 10-12 years ഞാൻ ഈ ജോബ് വിട്ടിട്ട് എനിക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. സോ അതെൻ്റെ ഒരു വലിയ ഡ്രീമാണ്. സോ ദാറ്റ്സ് വൈ ബോത്ത് ആർ ഗോയിങ് വെൽ. എനിക്ക് രണ്ടും വേണം, മൗണ്ടനറിങ്ങും വേണം, ഡാൻസും വേണം. സോ ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് ബോത്ത്. ഹൗ യു ഫൈൻഡ് ദ ടൈം? ടൈം എന്ന് പറയുമ്പോൾ മോർണിംഗ് 5 o'clock അറൌണ്ട് 5-4:30 എണീക്കണം. കാരണം മോന് 6:45 ആകുമ്പോഴേക്കും ബസ് വരും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ റെഡിയാക്കി വെക്കും, ലഞ്ച് ആണെങ്കിൽ എന്താണെങ്കിലും. പിന്നെ 6:45 തൊട്ടിട്ട് ഒരു 10 വരെ ഐ എം ഫ്രീ. സോ ആ സമയത്താണ് ഞാൻ MMA പോകുന്നുണ്ട്, മാർഷ്യൽ ആർട്സ്, അത് പ്രാക്ടീസ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റണ്ണിങ് പോകും, തിരിച്ചു വരും. പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു 6 ആവും. പിന്നെ 6 to 7:30 അവൻ്റെ ട്യൂഷൻ ടൈമാണ്. സോ എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു 3 o'clock ഒക്കെ വന്നിട്ട് പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് നോക്കാം. സോ ആ ഒരു 3 to 6 ഇടയിലാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുക, ലഞ്ച് ഡിന്നറിന് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ട്യൂഷൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ പോകും, എൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, അതായത് വെയ്റ്റ്സും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു 1.5 hour അവൻ്റെ ട്യൂഷൻ കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. പിന്നെ ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് മാനേജ് ചെയ്യും. പിന്നെ അമ്മ ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ അമ്മയെ നോക്കും. പിന്നെ 7:30 അവൻ്റെ 8:30 ആകുമ്പോൾ അവൻ്റെ ട്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ അവനെ പഠിപ്പിക്കുക, എൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കുക, ഓഫീസ് വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ തീർക്കുക. അങ്ങനെയാണ്. പക്ഷേ ഉച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ 1 മണിക്കൂർ ഉറങ്ങും, കാരണം റിക്കവറി വേണമല്ലോ ഫോർ ദ നെക്സ്റ്റ് സെക്ഷൻ. അങ്ങനെ കുറച്ച് ബിസിയാണ്, ഡേയ്സ് ലൈക്ക് ഫുള്ളി ബിസി. പക്ഷേ കൊളീഗ്സ് ഒക്കെ വെരി സപ്പോർട്ടീവ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. സോ ഏത് പീക്ക് കയറിയാലും അവരും ഭയങ്കര സെലിബ്രേഷനാണ്. ലൈക്ക് അവരും ഗ്രൂപ്പിലൊക്കെ പാസ് ചെയ്യും, എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് ടൈം ഉണ്ടാകുമ്പോഴും അവരാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനോ, യു ആർ ദിസ്, നീ അത് മറക്കരുത്, യു ഷുഡ് നോ വാട്ട് യു ആർ, നീ ഒരിക്കലും നിൻ്റെ പാഷൻ കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനാണ് ഫ്രണ്ട്സ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ്, അതിൽ എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്യൂ ഫ്രണ്ട്സാണ്. അവരും വരിക എൻ്റെ കൂടെ ക്ലൈംബ് ചെയ്യാൻ.